ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ബൈബിൾ വായന ഭാഗം ആവർത്തന പുസ്തകം 33:27. പുരാതനായ ദൈവം നിന്റെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. അവൻ ശത്രുവിനെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ് സംഹരിക്കുക എന്ന് കൽപ്പിച്ചിരിക്കുന്നു. ക്രിസ്തുവേശുവിലേവർക്കും സ്നേഹവന്ദനം. ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിൽ ദൈവപുരുഷനായ മോശ തൻ്റെ മരണത്തിന് മുമ്പേ ഇസ്രായേൽ ഗോത്രങ്ങളെ അനുഗ്രഹിക്കുന്നതായി കാണാം. ഇസ്രായേൽ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകനാണ്. സഹായിക്കുവാനുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനമാണിത്. നാമും കഷ്ടത്തിലായിരിക്കുമ്പോൾ തൻ്റെ പ്രിയമക്കളായ നമ്മെയും ദൈവം സഹായിക്കും. ദൈവം തൻ്റെ ജനത്തിന് സുരക്ഷിതത്വവും വിശ്രമവും നൽകുന്ന ഒരു വാസസ്ഥലമാണ്. നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങളിൽ നിരന്തരമായ പിന്തുണയും സഹായവും നൽകുന്നു. ഈ വാക്യത്തിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശം കർത്താവ് നമ്മെ സംരക്ഷിക്കുക മാത്രമല്ല, ശത്രുക്കളെ തുരത്തിക്കളയുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ നിത്യസംരക്ഷണം ഉള്ളതിനാൽ നാം പേടിക്കേണ്ട ആവശ്യമില്ല, ഉത്കണ്ഠപ്പെടേണ്ടതില്ല. എൻ്റെ ജനം സമാധാന നിവാസത്തിലും നിർഭയവസതികളിലും സ്വൈര്യമുള്ള വിശ്രമസ്ഥലങ്ങളിലും പാർക്കുമെന്ന് യെശയ്യാ പ്രവാചകൻ 32:17 വായിക്കുന്നു. യഹോവയിൽ ആശ്രയിക്കുന്നവൻ്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് 91-ാം സങ്കീർത്തനം ഇങ്ങനെ പറയുന്നു: തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ, അതായത് നമ്മുടെ സങ്കേതമായ ദൈവം, നിന്നെ മറയ്ക്കും. അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ നിനക്ക് പേടിക്കുവാനില്ല എന്നാണ്. പുരാതനായ ദൈവം എന്നെഴുതിയിരിക്കുന്നത് നിത്യനായ ദൈവത്തെ സൂചിപ്പിക്കുന്നു. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നരുളി ചെയ്തവൻ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമാണ്. സകലത്തിൻ്റെയും ആരംഭത്തിനു മുമ്പേ ഉണ്ടായിരുന്നു. പ്രിയ സഹോദര സഹോദരി, ദൈവത്തെ നിങ്ങളുടെ വാസസ്ഥലമാക്കി എപ്പോഴും അവനുമായി കൂട്ടായ്മ ആചരിക്കുകയും ചെയ്യുക. അവൻ്റെ ബലമുള്ള കരം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യും. നമ്മുടെ പ്രയാസങ്ങൾ വർദ്ധിക്കുമ്പോൾ അതിജീവനത്തിന് ആവശ്യമായ കൃപ നൽകുകയും നമ്മുടെ പ്രവർത്തികൾ വർദ്ധിക്കുമ്പോൾ അത് നിർവഹിക്കുന്നതിന് ആവശ്യമായ ബലം നൽകുകയും കഷ്ടതകൾ നമ്മോട് കരുണ കാട്ടുകയും ചെയ്യുന്ന കർത്താവിൽ അഭയം പ്രാപിച്ച് സമാധാനം അനുഭവിക്കുക. അതെ, നിത്യനായ ദൈവം നമ്മുടെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. ധൈര്യത്തോടെ മുന്നേറാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.